cinema is people's voice also, you know. என்ன பண்ணாலும் சினிமா வந்து ஜனங்களோட லைஃப் தானே ரிஃப்ளெக்ட் பண்ணணும். Vadakkan has given me like immense scope as an actor. Every shot of mine in between I used to be like this. Once cut വിളിച്ചു, നീ ഷാരുഖ് ഖാന്റെ മോനാ. It was really hard. ഒരു ആക്ടർ എന്ന നിലയിൽ ആ ക്യാരക്ടർ ഇവരുടെ ഒപ്പം പോർട്രേ ചെയ്ത് പിടിച്ചു നിൽക്കാൻ it was very hard. See, Mammootty sir பேசுறது definitely what he is doing is fantastic. For the past 4-5 films, whatever he has done, he has experimented in very different things, which every star should, I think. ഇത്രയും വലിയ സ്റ്റാർസ് ചിലപ്പോൾ ഉണ്ടായിട്ടും ചില സിനിമ നടക്കില്ല, കാരണം അതിൽ കണ്ടന്റ് ഇല്ല. ഇപ്പം മാർക്കോ അത്രയും വയലൻസ് ആയിട്ടുള്ള എനിക്ക് പോലും അത് കാണാനുള്ള മനഃശക്തി ഇതുവരെ ആയിട്ടില്ല. സോ ദാറ്റ് ഇസ് വൈ ബട്ട് ഐ റിയലി വോണ്ട് ടു വാച്ച് ദാറ്റ് മൂവി. എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് ഭയങ്കര കിഡിലായിട്ടുള്ളൊരു പടമായിരിക്കും അത്. എനിക്ക് ഹൊറർ ഫിലിം എന്ന് പറഞ്ഞാൽ മേ ബി ഫോർ യു ഹൊറർ മൈറ്റ് ബി സംതിങ് കമ്മിങ് സഡൻലി. സോൾ പർപ്പസ് ഫോർ മീ ഇൻ ഹൊറർ ഇസ് ഓൺലി സൗണ്ട്. ആൻഡ് ഒരിക്കലും ഇതാണോ ബെറ്റർ അതാണോ ബെറ്റർ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരമില്ല. ഐ എൻജോയ് ഡൂയിങ് എവറിഥിങ് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഐ എം വെരി ലക്കി. ஜஸ்ட் பிளைண்ட் ஆடியன்ஸ், நீங்கள் என்ன பண்ணாலும் வந்து பண்ணுவாங்க, உங்களுக்கு பால் அபிஷேகம் பண்ணுவாங்க. பட் வாட் இஸ் த ஸ்டார் கிவிங் பேக் டு தம்? இட்ஸ் ஜஸ்ட் டேக்கிங் தேர் மணி, பிகமிங் எ ஸ்டார், நத்திங் எல்ஸ். இட்ஸ் நாட் கிவிங் பேக் എനിത്തിങ് ടു ദം. ഒരു അവതാരകയായിട്ട് ഒരു ലക്ഷക്കണക്കിലെ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുക, അവരോട് സംസാരിക്കുക, അതിൻ്റെ ഒരു എനർജി ഗിവ് ആൻഡ് ടേക്ക്. ഇറ്റ്സ് വണ്ടർഫുൾ. ഐ മീൻ ഹൂസ് ആസ് ലക്കി ആസ് ഐ ആം. ഹായ്, വടക്കൻ ടീമാണ് റിപ്പോർട്ടർ ടി വിയോടൊപ്പം ചേരുന്നത്. കിഷോർ ഉണ്ട്, ശ്രുതി ഉണ്ട്, ആര്യൻ ഉണ്ട്, മെറിൻ ഉണ്ട്. സ്വാഗതം. വടക്കൻ്റെ നമ്മളതിൻ്റെ ട്രെയിലറും അതിൻ്റെ ബാക്കി സിനിമയൊക്കെ കാണുന്ന സമയത്ത് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ നോട്ട് ജസ്റ്റ് ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റും ഹൊററും മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഇപ്പം അതിനകത്ത് ഇപ്പം തെയ്യത്തിൻ്റെ എലമെൻ്റ് ആണെങ്കിലും കാസ്റ്റിസത്തിൻ്റെ എലമെൻ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ലെയേഴ്സിലൂടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ഇതിലേക്ക് വന്നിരിക്കുക. സോ കിഷോറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ സ്ക്രിപ്റ്റിലെ ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്സ് ആണോ, അതോ അതിനകത്ത് ഇത്രയും മൾട്ടി ലെയേർഡ് ആയിട്ട് ഉള്ളൊരു രാമൻ എന്നുള്ളൊരു കഥാപാത്രമാണോ? എന്താണ് ഈ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം? അസ്യൂമിങ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുള്ളത് ചോദിച്ചത്. ഓക്കെ അല്ലേ? സോ நீங்களே சொல்லிட்டீங்க எல்லா ரீசன். all those are reasons. Okay. This is a supernatural thriller. So எனக்கும் the supernatural thrillers, horror films இதெல்லாமே weakness தான். So he encashed on my weakness and I would like to encash on the weakness of the audience to tell a story. Okay. Actually I'm not telling a story, I'm a part or a tool to tell a story. അത് the director சொல்லிட்டு இருக்காரு. ശ്രുതിയിലേക്ക് എത്തുമ്പം ഇപ്പം പല പല ഭാഷകളിലും സീരീസുകളിലായിട്ട് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസും എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശ്രുതിയുടെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അവതാരകയായിട്ട് കാണുന്നു, പിന്നീട് സിനിമയിൽ കാണുന്നു. പക്ഷേ ചിലർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അവതാരകയായി മാറുക എന്നുള്ളത് സിനിമയിലേക്ക് എത്താനുള്ളൊരു ചവിട്ടുപടിയായിട്ട് പലരും കാണാറുണ്ട്. പക്ഷേ ശ്രുതിയുടെ പിന്നീടുള്ള കരിയർ നോക്കുമ്പം ലൈക്ക് ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോന്നിലും ഇന്നൊരു സ്ഥലത്ത് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലെത്തി അപ്പം പിന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്ത് നിൽക്കാം എന്ന് കരുതുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല. സോ വടക്കൻ എത്തുമ്പോഴും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്, അതിൻ്റെ പശ്ചാത്തലം ഡിഫറെൻ്റ് ആണ്. ശ്രുതിയോട് ചോദിക്കാനുള്ളത്, ഒരേ സമയം തന്നെ ഈ പല പല ജോണറുകൾ അല്ലെങ്കിൽ പല പല ഭാഷകളിലുള്ള സിനിമകൾ, പല പ്ലാറ്റ്ഫോംസ്, ഇതിങ്ങനെ തന്നെ ആയിരിക്കണം കരിയർ എന്നുള്ളത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു? അറ്റ് എ ടൈം പല പല കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുമെന്നൊക്കെ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? പ്ലാൻ ഇട്ടത് അങ്ങനെയല്ലായിരുന്നു. ഐ വാണ്ടഡ് ടു ബി, ഞാൻ ജസ്റ്റ് ഒന്ന്, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ തന്നെ വേണം കരിയർ. അത് ഞാൻ ചെറുപ്പത്തിലേ മുതൽ ഐ ന്യൂ ഇറ്റ്. പക്ഷേ അത് അവതാരകയായിട്ടാണോ ഓർ ആക്ട്രസ് നടിയായിട്ടാണോ ഓർ മോഡലായിട്ടാണോ അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്തില്ല. അത് ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ടേയിരുന്നു ആൻഡ് ഐ ജസ്റ്റ് കെപ്റ്റ് എൻജോയിങ്. ആൻഡ് ഒരിക്കലും ഇതാണോ ബെറ്റർ അതാണോ ബെറ്റർ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരമില്ല. ഐ എൻജോയ് ഡൂയിങ് എവറിഥിങ് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഐ എം വെരി ലക്കി. കാരണം എപ്പോഴും എനിക്ക് മോഡലിംഗ് ചെയ്യാൻ ഐ റിയലി എൻജോയ് ഇറ്റ്. ഇപ്പോഴും എനിക്ക് മോഡലിംഗ് അസൈൻമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. സബ്യസാച്ചി ആണെങ്കിലും നീറ്റാലുള്ളാണെങ്കിലും വലിയ ബ്രാൻഡ്സിന് കൂടെ. അറ്റ് ദ സെയിം ടൈം ഇത്ര ഉഗ്രനായ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. സോ ഐ ഗെറ്റ് ടു പ്ലേ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം ഒരു അവതാരകയായിട്ട് ഒരു ലക്ഷക്കണക്കിലെ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുക, അവരോട് സംസാരിക്കുക, അതിൻ്റെ ഒരു എനർജി ഗിവ് ആൻഡ് ടേക്ക്. ഇറ്റ്സ് വണ്ടർഫുൾ. ഐ മീൻ ഹൂസ് ആസ് ലക്കി ആസ് ഐ ആം.
ഇതിനകത്തേക്കുള്ള ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ശ്രുതിയുടെ സിനിമകളിലൊക്കെ ഇപ്പോൾ കിസ്മത്ത് ആണെങ്കിലും ബാക്കി സിനിമകളിലൊക്കെ ഒരു ആ കഥാപാത്രത്തിന് അവരുടേതായിട്ടുള്ള കുറച്ചും കൂടെ ഒരു എന്താ പറയുക ആ സിനിമേൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നതിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അവരെടുക്കുന്ന ഡിസിഷൻസ് ആ സിനിമയുടെ സ്റ്റോറീനെ ബാധിക്കും. അത്തരം വേഷങ്ങളിലാണ് അധികം. അത് ചെറുതാണെങ്കിലും ത്രൂ ഔട്ട് ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ. സോ അത് എല്ലാ സിനിമയും കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ ആണോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത്? തീർച്ചയായിട്ടും അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിനോടൊരു നല്ലൊരു കോൺട്രിബ്യൂഷനുള്ള ക്യാരക്ടർ അതാണ് ഞാൻ തിരയുന്നത്. ആൻഡ് അതിൻ്റെ ഒപ്പം കംപ്ലീറ്റ്ലി ശ്രുതി അല്ലാത്തൊരു ഡിഫറെൻ്റ് ആയൊരു പെൺകുട്ടി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് പ്ലസ് പോയിൻറ്റ്, ഐസിങ് ഓൺ ദ കേക്ക്. വടക്കൻ വളരെ സ്പെഷ്യലായി കാരണം എനിക്ക് ശ്രുതിയുടെ ഒരു ലൈനിലൊരു വളരെ ഓർഡിനറി ആയൊരു പെൺകുട്ടി, ഒരു മേഘ നമ്പ്യാർ, ചെറുപ്പത്തിലൊരു ലവ് അഫെയർ ആവും, രാമൻ പെരുമലയൻ. പിന്നെ അതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കഥയാണ്. എല്ലാം കോളേജിൽ യു ഹാവ് ലവ്, യു ഹാവ് ക്രഷസ് ഒക്കെ. ഇറ്റ്സ് എ വെരി നോർമൽ ഓർഡിനറി ലൈഫ്. പക്ഷേ അതിലൊരു ഹാർട്ട് ബ്രേക്ക് വരും. കാരണം ഫാമിലിയുടെ കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അതും വളരെ കോമൺ ആയൊരു സ്റ്റോറിയാണ്. ഇറ്റ്സ് നത്തിങ് സ്പെക്ടാക്കുലർ. അതിൻ്റെ ശേഷം മേഘയുടെ ഒരു ജേർണി, വർഷങ്ങൾക്ക് ശേഷം മേഘ ആൻഡ് രാമൻ ദേ ഹാപ്പൻ ടു മീറ്റ് അഗൈൻ ബിക്കോസ് ഓഫ് സം സർക്കംസ്റ്റാൻസസ്. ആൻഡ് അതിലൂടെ അവരുടെ വേണോ വേണ്ടേ, എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഫ്രിക്ഷൻ ഉണ്ട് എങ്കിലും പഴയൊരു ലവിൻ്റെ ഒരു ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട് എങ്കിലും സൊസൈറ്റിയുടെ ബാധ്യതകളുണ്ട്. അതൊക്കെ എലിമെൻറ്റ് വെച്ചിട്ട് പിന്നെ ഈ ഒരു വീട്ടിൽ ഇവർ ഒരുമിച്ച് പോവുകയാണ്. അവിടെ നടക്കുന്ന ഇൻസിഡൻസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ ദർ ഈസ് സച്ച് എ ലാർജ് വെറൈറ്റി ടു എക്സ്പ്ലോർ. ഒരു ഓർഡിനറി ഗേളിൻ്റെ ഓർഡിനറി സ്റ്റോറിയിൽ നിന്ന് ഇത്രയും ന്യൂവാൻസ്ഡ് ആയൊരു റിലേഷൻഷിപ്പ് ഒരുമിച്ച് ടാക്കിൾ ചെയ്യുന്നതും അതും ഒരു സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ഈ വടക്കൻ ഹസ് ഗിവൻ മീ ലൈക്ക് ഇമ്മെൻസ് സ്കോപ്പ് ആസ് എൻ ആക്ടർ. ആൻഡ് മേഘ ഓൾസോ ആസ് എ ക്യാരക്ടർ. ഇതൊന്നും ഓർഡിനറി ലൈഫിൽ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇറ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി എക്സ്പീരിയൻസ്. സൂപ്പർ നാച്ചുറൽ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും വരില്ല. സോ ആസ് എ ക്യാരക്ടർ മേഘ ഹാസ് like she's experienced a lot, and as an actor also I get to play like wide range. See, I'm a lucky girl. ആര്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വടക്കൻ നിങ്ങളൊരു 6 പേരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് രസമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല നിങ്ങളുടെ ആ ഒരു പോർഷനിൽ എങ്ങനെയാണ് സിനിമയിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലും ഈ ട്രിക്സ് എന്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ട്രിക്സിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നടക്കുന്നതും കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഒരു നോർമൽ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ കുറേ ഫൗണ്ട് ഫൂട്ടേജ് ആണ് കാണുന്നത്. അതിനകത്ത് പല സ്ഥലത്തും അത്രയും വ്യക്തമായിട്ട് നിങ്ങളെ കാണാൻ പറ്റില്ല ചില സീനുകളിലൊന്നും. പക്ഷെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകളാണ്. അത്തരം സ്പേസസിൽ എങ്ങനെയായിരുന്നു ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ലൈക്ക് നമുക്ക് ക്ലോസ് ആയിട്ട് നമ്മുടെ ഇമോഷൻസ് കാണിക്കാൻ പറ്റില്ല. കാരണം ആളുകൾ കാണുന്നത് ഈ CCTV ക്യാമറേൻ്റെ ഒക്കെ പോലെ ആയിരിക്കുമല്ലോ. അപ്പം അതിനെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിന് പ്രത്യേക എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ? Actually, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. ദിസ് ഈസ് ലൈക്ക് I come from a theatre background, and when I came to know, when sir called and told us that we have to have a workshop, and നമ്മൾ ആക്ച്വലി നോർമൽ ആയിരിക്കില്ല. അപ്പോൾ I was very excited to work in something new, and ഞാൻ വിചാരിച്ചു I'll give it a try. And our workshop was so cinematic and so professional. And whatever came in the set as well was so different from normal sets. I've done a few other work as well, and comparatively what I feel is, so it's basically a reality show what I was doing in the movie. So me being an actor, I've trained for 2 years, like thinking ki, I have to work on my expressions, work on this, but then suddenly you come to a situation where you don't know how to act like a normal person. You go into like different characters, like ഞാൻ നാളെ ഒരു ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് അങ്ങനെ ആവണം, നമ്മൾ അങ്ങനെ ഒരു ഫ്ലോ, യു ജസ്റ്റ് ഡിസീവ് യുവർ സെൽഫ്, യു ഗോ ഇൻ ദാറ്റ് ഫ്ലോ. ബട്ട് ഐ തിങ്ക് ഈ റിയാലിറ്റി ഷോൻ്റെ ഒരു സാധനം വന്നപ്പോൾ ഐ വാസ് ജസ്റ്റ് ലൈക്ക് ചെയ്യണം, വി കൻ ഡു ഇറ്റ്. ആൻഡ് നമുക്കറിയില്ല, വി ആർ ജസ്റ്റ് സംടൈംസ് യു ആർ ക്ലൂലെസ്. എവിടെയാണ് ക്യാമറ വച്ചിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്, ഏത് ഷോട്ട്, ഏത് ആംഗിൾ, എന്താ എടുക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയില്ല. സോ ബേസിക്കലി യു ആർ ആക്ടിങ് 24 hours. നമുക്ക് റെസ്റ്റ് ഇല്ല. വി നോ ക്യൂ, വി ഡോണ്ട് നോ വാട്ട് ടു ഡു ബേസിക്കലി. സോ ഇറ്റ് വാസ് വെരി കൺഫ്യൂസിങ്, ഇറ്റ് വാസ് വെരി ഹാർഡ്. That's why we had amazing workshops for it. And luckily our workshop നല്ലോണമായ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. Because I'm very used to a different type of acting. It was a new experience to say. It's good, amazing.
മെറിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചില സിനിമകളിൽ ചില ക്യാരക്ടേഴ്സിന് സ്ക്രീൻ സ്പേസ് ഇത് കുറവായിരിക്കും, പക്ഷെ അവരുടെ ചില ഇമോഷൻസ് അല്ലെങ്കിൽ അവർ മറ്റ് കഥാപാത്രങ്ങളോട് അവർ പുലർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ ബജറാവും മസ്താനീൻ്റെ ഒരു ഇതിൽ പ്രിയങ്ക ചോപ്രേൻ്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, അപ്പുറത്ത് ദീപികേനെയാണ് നായികയായിട്ട് വെക്കുക, പക്ഷെ പ്രിയങ്ക ചോപ്രേൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ജസ്റ്റ് അതിനോട് ഭയങ്കര സാമ്യമായിട്ടല്ല, പക്ഷെ ഇതിൻ്റെ ഒരു സ്പേസസിൽ നോക്കുമ്പം ലവേഴ്സിന് വിളിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അപ്പുറത്ത് ഉള്ളൊരു ക്യാരക്ടർ ഉണ്ട് ഭയങ്കര മെച്യൂറായിട്ട് ഇവരുടെ ഒരു ലവ് സ്റ്റോറീന് അതിനകത്ത് മുൻകാമുകിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ഫേസിലാണ് അവർ നിൽക്കുന്നത്. അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ അന്ന എന്ന് പറയുന്ന കഥാപാത്രം അവിടെ നിൽക്കുന്നത്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു. എൻ്റയർ ഒരു അങ്ങനെ ഒരു മെച്യൂറായിട്ട് റിലേഷൻഷിപ്പിനെയൊക്കെ കാണുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അവർ പൊസസീവ് ആവേണ്ട സ്പേസസിൽ അവരത് പറയുന്നുണ്ട്, പക്ഷെ അവർ ഭയങ്കര ഒരു എന്താ പറയുക രസമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അന്നയിലൊരു പ്രിയപ്പെട്ട ക്വാളിറ്റിയും അത് തന്നെയായിരുന്നോ, അല്ലെങ്കിൽ അന്നേനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു? സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ പാരനോർമൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹൊറർ മൂവീസും, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നമുക്ക് എല്ലാവരെയും നമ്മുടെ ഈഗോ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സബ്ജക്ട്സ് അല്ലേ ഇതൊക്കെ. അപ്പം അന്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അതിൽ കണ്ട ഒരു പോസിറ്റിവിറ്റി ആയിട്ട് പറയാൻ മെറിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ഐ വാസ് മെച്യൂർ ഇനഫ്. പക്ഷേ ഈ പറയുന്ന കണക്ക് ഡയറക്ടർ എന്താണോ പറയുന്നത് അത് പ്ലേ ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ആൻഡ് ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഇമോഷനിലേക്ക് വരണമെങ്കിൽ യു കാൺ ജസ്റ്റ് കം ദെയർ ആൻഡ് സ്റ്റാൻഡ് ആൻഡ് ആക്ട്. അപ്പം അതിന് പ്രയറായിട്ട് പ്രോബബ്ലി ഐ വിൽ ബി ലൈക്ക് ഓക്കെ, എന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ നിർത്തുമ്പം ഹൗ ബാഡ് വുഡ് ഐ ഫീൽ, അല്ലെങ്കിൽ ഒരു ലവേഴ്സിൻ്റെ മറ്റേ തേർഡ് വീല് പെട്ടുപോയ ഒരു അവസ്ഥയിൽ മെറിൻ വന്നാൽ ഹൗ വുഡ് ഷീ ഫീൽ. സോ അങ്ങനെ ഞാൻ നിന്ന് ആ ക്യാരക്ടർ ഐ യൂസ് ടു യുനോ. ആൻഡ് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു, കാരണം മെറിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് ആയിരുന്നില്ല ദേ ഹാഡ് പുട്ട്. അപ്പം സെറ്റിലാണെങ്കിലും ഈവൻ ത്രൂ ഓരോ പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒക്കെ പിടിച്ച് നിൽക്കുക. ഐ എം വെരി സീരിയസ്, ഐ എം നോട്ട് പ്രേസിങ് ദം, പക്ഷേ ഇറ്റ് വാസ് റിയലി ഹാർഡ്. ഒരു ആക്ടർ എന്ന നിലയിൽ ആ ക്യാരക്ടർ ഇവരുടെ ഒപ്പം പോർട്രേ ചെയ്ത് പിടിച്ച് നിൽക്കാൻ ഇറ്റ് വാസ് വെരി ഹാർഡ്. ஸோ நீங்கள் அவங்களுக்கு கொடுத்த கம்பேரிசன் வாஸ் ஆல்சோ இன்ட்ரெஸ்டிங். Baji Ramastan. That was an interesting comparison. Yeah. And all through the film, if you are able to see and if you want to see, you can see that. In the மூணு கேரக்டர்ஸோட இன்டராக்ஷன் இருக்கும். அந்த இன்டராக்ஷனில் ஒரு டிஸ்கம்ஃபர்ட் கண்டினியூஸாக இருந்தது. That is very interesting for me as an actor. And looking at it from the story's point of view, the story becomes very complex and interesting because of that. പിന്നെ ഇപ്പം ഈ ഹൊറർ ഫിലിംസിൽ ഇപ്പം ജംസ്കയേഴ്സ് അല്ലാത്ത ഹൊറർ സിനിമകൾക്കാണ് ഇപ്പം ഒരുപാട് പ്രാധാന്യം വരുന്നത്. അപ്പം ഈ സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇടപെടുമായിരുന്നു. ലൈക്ക് നിങ്ങൾ ആസ് ആൻ ആക്ടേഴ്സ് ഇപ്പോൾ ഒരു സീൻ ഇത് ആളുകളെ പേടിപ്പിക്കുന്ന സീനാണെന്ന് പറയുന്നു, ബട്ട് യു ഗൈസ് ഫീൽ ലൈക്ക് ഇല്ല ഇതായിരിക്കില്ല വേറൊരെണ്ണമായിരിക്കും ചിലപ്പോൾ പേടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമായിരുന്നോ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഡെഫിനറ്റ്ലി ആസ് എ ഡയറക്ടർ സജീദ് സർ ഞങ്ങളെ ചില സീൻസിൻ്റെ ന്യൂവാൻസസിൽ ഒത്തിരി ഇൻവോൾവ് ചെയ്തു. ഇൻ ദ സെൻസ് ഓഫ് ദർ ഇസ് വൺ പെർട്ടിക്കുലർ സീൻ വിത്ത് കിഷോർ ആൻഡ് ഞാൻ എന്താണെന്ന് പറയില്ല, പക്ഷെ ദാറ്റ് റിക്വയർഡ് എ ലോട്ട് ഓഫ് എൻ്റെ കംഫർട്ട് സോൺ ആൻഡ് എൻ്റെ കംഫർട്ട് ലെവലിൽ വെച്ചിട്ട് ഹി വാണ്ടഡ് ടു ടേക്ക് ദാറ്റ്. ഡിഡ് യു വാച്ച് ദ മൂവി? യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ അതിൽ ഹി ടോൾഡ് മീ മച്ച് ഇൻ അഡ്വാൻസ്, ശ്രുതി ഇങ്ങനെ ഒരു സീൻ എടുക്കുന്നുണ്ട്, ഹൗ വുഡ് യു ലൈക്ക് ടു പ്രൊസീഡ് വിത്ത് ദിസ് സീൻ. പിന്നെ ദെൻ ഹി ഡിസ്കസ്ഡ് പിന്നെ റെഫറൻസസ് വീഡിയോസ് അയച്ചു, പിന്നെ ഡിസ്കസ് ചെയ്തു ഇങ്ങനെയാണ് സീൻ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സർ നമുക്ക് ഇതുവരെ പോവാം, ഇങ്ങനെ എടുക്കാം. പിന്നെ ഹി വാസ് വെരി വെരി മൈൻഡ്ഫുൾ ആൻഡ് ഹി സെഡ് ഓക്കെ യു ടെൽ മീ ഹൗ ഡു യു വാണ്ട് ദ സീൻ ടു ബി ഷോട്ട്. എൻ്റെ കംഫർട്ട് ലെവൽ വെച്ചിട്ട് ദെൻ ഇദ്ദേഹത്തിൻ്റെ കംഫർട്ട് ലെവൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് സീൻ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഈ ഇൻവോൾവ് അസ് വെരി മച്ച് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സീൻ. അതുകൂടാതെ ഫ്രൈറ്റനിങ് സീൻസ്, അതായത് പേടിപ്പിക്കുന്ന സീൻസിലും ഹി സെഡ് ഓക്കെ ലെറ്റ്സ് ട്രൈ ലൈക്ക് ദിസ്. ഒരു സീനുണ്ട്, ഐ കാൺട്ട് റിലീസ്, എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഐ കാൺ സേ. ഹി സെഡ് ഓക്കെ ലെറ്റ്സ് ട്രൈ ഇറ്റ് ലൈക്ക് ദിസ്. ദെൻ ഐ വുഡ് സേ സർ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്താലോ? ഓക്കെ ലെറ്റ്സ് ഗിവ് ദാറ്റ് എ ഷോട്ട്, ലെറ്റ്സ് ട്രൈ ലൈക്ക് ദിസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഓൺ സെറ്റ് definitely was. I didn't have any involvement
റൈറ്റിങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൺ ഫ്ലോർ, ഓൺ സെറ്റ്, ഓൺ ലൊക്കേഷൻ, യെസ്, പറ്റുന്ന സീൻസിലൊക്കെ സർ ഇൻവോൾവ് ചെയ്തു. ആൻഡ് ഹി വാസ് ഓൾവേസ് ഓപ്പൺ ഫോർ നമ്മുടെ സജഷൻസ്, വിച്ച് ഐ തോട്ട് വാസ് റിയലി ഫൺ വേ ടു ക്രിയേറ്റ് ആർട്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഒരു പുതിയ സ്പേസിലാണല്ലോ, ഇപ്പം നവാഗതരായിട്ടാണ് ആക്ടേഴ്സായിട്ട് വരുന്നത്. ബാക്ക് ടു സൂക്ഷ്മദർശിനിയും അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നാണ്, അതിന് ശേഷം വരുമായിരിക്കും. കുറച്ച് മുമ്പാണ് ആര്യൻ ഇപ്പം 1983 ബാക്കി സിനിമകളിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം മലയാളത്തിൽ നിങ്ങൾ വടക്കനായിട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ എക്സ്പീരിയൻസ് സ്പേസിൽ നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് നല്ല നല്ല റോളുകൾ ഉള്ളതാണ്. അപ്പം വടക്കനായിട്ട് എത്തുമ്പോൾ നിങ്ങളുടെ കുറച്ചും കൂടി ഈ സിനിമേനെ സംബന്ധിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ കാര്യം ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളത് എന്തായിരിക്കും ആസ് ആൻ ആക്ടേഴ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും? Honestly, for me, again, like, എൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ കേപ്പബിലിറ്റി I feel is something I do want to show people, and also പൊതുവെ ഈ generation is also judging you on your looks. Like how you look is what character you can do. But if I feel Allu Arjun can do Pushpa in a very raw manner, I think anyone can do anything. It's all art which matters, according to me. And I think the way Sir has molded us in this movie, like Ma'am and Sir is very experienced, and Merin is also very experienced. So they would have got the space where Sir and Ma'am and they all discuss about the movie, but I was not given that space. Sir used to be strict with me. I used to have this habit. ഞാനിങ്ങനെ The most ragged on set. ഇത് പറയണമെന്ന് അറിയില്ല. പക്ഷേ സോ there's this നടന്നൊരു സംഭവം കേട്ടോ. പക്ഷേ ശംഭുവിന്റെ സിനിമയിൽ കണ്ട സിനിമയിലാണ് ഭയങ്കര സീരിയസ്ലി എൻ്റെ ഈ മുടി ഉണ്ടല്ലോ ഇങ്ങനെ വീഴും. സോ ഐ ഹാഡ് ലൈക്ക് ബിഗ് ഹെയർ. സോ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഐ യൂസ് ദിസ് ഹെയർ ടു പുൾ ഇറ്റ് ബാക്ക്. അങ്ങനെ 1-2 സീൻ പോയപ്പോൾ എല്ലാ സീനില് ബിഫോർ ദ കട്ട്, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ഓൺ, നോ ഇറ്റ്സ് എ ക്യാമറ, വി ഡോണ്ട് നോ വിച്ച് വൺസ് കമ്മിങ്. എവറി ഷോട്ട് ഓഫ് മൈൻ ഇൻ ബിറ്റ്വീൻ ഐ ഷുഡ് ബി ലൈക്ക് ദിസ്. വൺസ് കട്ട് വിളിച്ചു, നീ ഷാറുഖ് ഖാന്റെ മോനാ. Unbelievable, you shot. No, first I had cut, and I'm like, cut. I'm like, wonderful. So, അവിടെ one people like, അടിപൊളി ചേട്ടന്മാരൊക്കെ. അപ്പോൾ like കൊള്ളായിരിക്കും. പിന്നെ I'm seeing Sir from far. So I'm like, wow. I was excited. So I thought it may be good. പക്ഷേ ഷാറുഖ് ഖാനാണോ നീ, എനിക്ക് മനസ്സിലാവണല്ലേ. ഞാൻ കൈ ഇങ്ങനെ വെച്ച് അഭിനയിച്ചു ബേസിക്കലി ഫുൾ. So all that is experience for me. എനിക്ക് ഹൊറർ ഫിലിം എന്ന് പറഞ്ഞാൽ മേ ബി ഫോർ യു ഹൊറർ മൈറ്റ് ബി സംതിങ് കമ്മിങ് സഡൻലി. Sole purpose for me in horror is only sound. I know it's very weird, but enne pedipikkunnathu ee parna sound maatrana. My favorite movie is called Krishna Cottage. You would have not seen it. I mean, yes, you would have. So it's not it's a good movie. It has a story, and it's the music. Like, you know, like I think music scares me a lot. I mean, it's very weird, I know, but music does scare me a lot. More than the visuals. Music ആണ് എപ്പോഴും കുറഞ്ഞ. Yes. This raw music, no, like anything like very more of the raw and which makes you feel like a little dull is what scares me. Even Insidious Kandalum, Conjuring Kandalum. Yes. If you see the background score there, if I close my eyes and watch the movie, I'll get scared. Yes. That is what a horror movie is, and I feel in terms of all the technicians used and everything in this movie is, I think it's in that level, which I would proudly say to anyone. Like, you know, they've not compromised on anything. എല്ലാം ഒരു ടോപ്പ് ക്ലാസ്, ടോപ്പ് ക്വാളിറ്റി, യുനോ. ഈ സിനിമയുടെ ഈ സ്പേസിൽ ഈ സൂപ്പർ നാച്ചുറലിൻ്റെ ഒരു സ്പേസ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ശബ്ദം വരുമല്ലോ. ഐ മീൻ അത് നമുക്ക് മിമിക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ടിക് 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 എന്നുള്ളൊരു ഭയങ്കര ഒരു കാച്ചിങ് സാധനമായിരുന്നു. നമുക്ക് പേടിയാവും, ഒരു ഈറി ഫീലിംഗ് തരുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ടെക്നിക്കൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഫ്രാ സൗണ്ട് ഈസ് വാട്ട് ദേവ് യൂസ്ഡ് ഇൻ ദിസ് മൂവി. അതായത് ഹ്യൂമൻ ബീങ്സ് കേൾക്കാൻ പറ്റുന്ന ഒരു ഡെസിബിൾ ഉണ്ട്. അതിന് കുറച്ച് സൗണ്ട് ആണെങ്കിൽ ആനിമൽസ്, ഇൻസെക്ട്സ് മാത്രമേ കേൾക്കാൻ പറ്റൂ. അതിന് ഹൈ ആയിട്ട് സൗണ്ട് ആണെങ്കിൽ മാത്രം ഹ്യൂമൻ ബീങ്സ് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദിസ് സൗണ്ട് വൈബ്രേഷൻസ് ആയ സൗണ്ട്, ഇറ്റ്സ് വൈബ്രേഷൻ, റൈറ്റ്? വേവ്, എബ് ആൻഡ് വേവിൽ പോകുന്നത്. ഈ സൗണ്ട് ക്യാൻ ബി പെർസീവ്ഡ് ബൈ ദ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിൻ അത് പെർസീവ് ചെയ്യും, ആൻഡ് ബോഡിയിൽ നമുക്കത് തോന്നും, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുപോലത്തെ ആ ഡെസിബിളത്തെ ആ വൈബ്രേഷൻസ്, ദാറ്റ് സൗണ്ട് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ മൂവി. സോ യുവർ ബ്രെയിൻ ക്യാൻ പെർസീവ് ഇറ്റ്. ബ്രെയിൻ അത് പെർസീവ് ചെയ്യാൻ പറ്റും, പക്ഷെ ശബ്ദം നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ആ ബോഡി വിൽ എക്സ്പീരിയൻസ് ദ ഫിയർ, ദി ആൻസൈറ്റി. ആ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വടക്കനിൽ. So you will not be able to hear it, but your body will react.
ആൻഡ് കുട്ടികൾ പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം. സീരിയസ് ആയിട്ട് പറയാണ്, കളിച്ചു പറയല്ല, ശരിക്കും കുട്ടികൾ കാണരുത്. ഡോണ്ട് വാച്ച് ദിസ് ഫിലിം. പക്ഷേ സീരിയസ്ലി ഡോണ്ട് ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം. പക്ഷേ അഡൾട്ട്സ് എല്ലാവരും ഈ സൗണ്ട് സ്കേപ്പ് ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ് ഡോൾബിയിലോ അറ്റ്മോസിലാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ഡെഫിനറ്റ്ലി. സോ ഗോ ടു ദ തിയേറ്റേഴ്സ്, വാച്ച് ദിസ്. പേടിക്കുന്നു പറയാം. മെറിന് സിനിമകളിൽ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും? ശബ്ദമാണോ അതോ വിഷ്വൽസിൽ ഭയങ്കര ഗോറി ആയിട്ട് എന്തെങ്കിലും വരുന്നതാണോ? എന്തായിരിക്കും ഹൊറർ ഫിലിംസിൽ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം? ഫ്രം ദ സ്റ്റാർട്ട് എനിക്ക് ജംപ് സ്കെയർസ് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഇൻട്രസ്റ്റിംഗും ഇല്ലാണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒന്ന് ജമ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ ഞെട്ടിപ്പോവും. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. ഫ്രം ദ സ്റ്റാർട്ട് നമ്മളെ അതിൽ പിടിച്ചിരുത്താൻ പറ്റണം. ആൻഡ് ഇൻ എ പോയിന്റ് വെൻ വി ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ഇറ്റ്, ആ സ്കെയർ വെൻ ദാറ്റ് ഹാപ്പൻസ്, യുവർ കംപ്ലീറ്റ് ബോഡി ക്യാൻ ഫീൽ ഇറ്റ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ദ സൗണ്ട്, എവറിത്തിങ് ഹാസ് ടു ജസ്റ്റ് ഡ്വെൽ ഇൻ. ഞങ്ങൾ അഭിനയിച്ചപ്പം ഐ കാണ്ട് ഈവൻ സേ ദാറ്റ് സീൻ. പക്ഷേ ഒരു സീൻ അതിൽ പേടിക്കണം ഞാൻ. പക്ഷെ നമ്മൾ ഒരു ഷോട്ടിനും കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. പേടി എന്നുള്ളത് വീണ്ടും പേടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഷോട്ട് 2 ഷോട്ട്, ഇറ്റ്സ് വെരി ഹാർഡ്. പക്ഷേ മുന്നിൽ നിന്ന് പേടിപ്പിക്കാൻ കറക്റ്റ് ഒരാളുണ്ടെങ്കിൽ എത്ര ഷോട്ട് വേണമെങ്കിലും നമ്മൾ പോവും. അത് നമ്മൾ ഒരുപാട് ടേക്സ് പോയി. Sir, you take that as a compliment, no, sir? When someone says, when you come and you scared me. Yeah, Of course. It's a compliment, yeah. It's a scary film, yeah. Yeah, I'm supposed to do that. Success. വെറുതെയാണോ ഞാനിങ്ങനെ ആക്ടറായിട്ടിരിക്കുന്നത്? ഇതിനല്ലേ ഞാൻ വരുന്നത്. That was interesting. What she said was very interesting. Ipolla the sound vandu, as he said, sound, they know that sound scares. They started overusing it, abusing it. So the sound vandu romba abuse pannite rombave loud, it's become loud and unbearable. It definitely scares, but it's not what the real scary feeling. ഒരു ആർട്ടിസ്റ്റിക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പേടിയും കൂടി ആവണല്ലോ, ഓടിപ്പോവാൻ തോന്നുന്ന പേടിയാവരുതല്ലോ. Yeah, with Rasul's sound work, I think this actually is a nice mixture of all that. If you take the kind of horror and like English cinema and local cinema, Indian horror itself is very different. Our ghosts are very different, our feelings are very different, like things we get scared are very different. Though there are films, English films, which do scare us, but this guy who's from Helsinki, who's working there in Europe, kind of that process comes and works here. So it's a blend of both kinds of cinema is what I believe. So it makes it more interesting. ഇപ്പം മലയാളത്തിൽ ഈ അടുത്ത് ചെയ്തതിൽ ഇപ്പം കണ്ണൂർ സ്ക്വാഡിലെ ആ റോള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾ പറഞ്ഞൊരു വേഷമായിരുന്നു. അപ്പം അതിനകത്ത് ആ പോലീസ് ഓഫീസറുടെ എങ്ങനെയാണെങ്കിൽ ഒരു ഹയർ സ്പേസിലാണ് ആൾ നിൽക്കുന്നത്. ബട്ട് യുവർ ക്യാരക്ടറാണ് ഈ ഒരു നിങ്ങളുടെ മുകളിലുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രഷർ അതെങ്ങനെയാണ് ബാക്കിയുള്ള ലോവർ ലെവലിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ബട്ട് ഹീ ടേക്സ് എ സ്റ്റാൻഡ്. ആൾ ശരിക്കും ഇപ്പുറത്തെ സൈഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുവാണ്. പക്ഷെ ആൾ മറ്റേ തൊട്ട് താഴെയുള്ള പോലീസുകാരോട് നമ്മൾ അങ്ങനെ പറഞ്ഞാലേ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു ലൈൻ. ആ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു മേ ബി അതിൻ്റെ റിലീസിന് മുൻപ് വരെ ഇപ്പോൾ കിഷോറിൻ്റെ അങ്ങനത്തെ ഒരു വേഷം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അധികം ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ റിലീസ് ഇപ്പോൾ അതിനകത്തുള്ള മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രം പോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേഷമാണ് അതിന്ന് വന്നിരുന്നു. അപ്പം അതിന് കിട്ടിയൊരു റിസപ്ഷൻ, കേരളത്തിൽ നിന്ന് കിട്ടിയൊരു റിസപ്ഷനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞിരുന്നു. അപ്പം ഈ രീതി നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ, അത് തന്നെ ആളുകൾ മനസ്സിലാക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണോ ആസ് ആൻ ആക്ടർ കണ്ണൂർ സ്ക്വാഡിലെ ക്യാരക്ടർ വെച്ചിട്ട്? எனக்கு அவ்வளோ ரியாக்ஷன்ஸ் எல்லாம் தெரியவே இல்லை. நான் இங்கே அது മനസ്സിലായി ஆளுகள் ரிலீஸ்க்கு அப்புறம் இங்கே வந்ததே கிடையாது. ஸோ அதனால் ரொம்ப கம்மி, அதை பற்றி நான் கேள்விப்பட்டது ரொம்ப கம்மி தான். ஸோ ஈவன் தென் இவ்வளோ நாளுக்கு அப்புறம் ஐ பீன் இன் சினிமா ஃபார் 20 years now. ஸோ அவ்வளோ அஃபெக்ட் ஆகாது. பிகாஸ் வி கீப் மூவிங் ஆன். பிகாஸ் நம்ம ஒரே வாழ்க்கையை வாழ முடியாது நம்மளால். பிகாஸ் வி ஆக்டர்ஸ் ஆர் லைக் தட், வி ஆர் அ பிட் மேட். ஸோ அந்த பைத்தியக்காரத்தமாக இருக்கும். ஸோ வி கான்ட் லிவ் த சேம் லைஃப் ஃபார் வெரி லாங். ஸோ ஒன்ஸ் த ஃபில்ம் இஸ் ஓவர், ரிலீஸ் வரைக்கும் இருக்கும் ஓரளவுக்கு. பட் ஒன்ஸ் யூ
cross 20 years of work experience, you will not be there at all. Beginning layer ko and excitement la that definitely will be there. So we do work for people, and people's acceptance matters, definitely matters. But romba naal adu affect agadu. So and now this one is very different. But ஒரு கண்டினியூஷன் இருக்கும். ஏன்னா அங்கே போலீஸ் இன்வெஸ்டிகேட் பண்ணுவாங்க, இங்கே வந்து பேரநார்மல் இன்வெஸ்டிகேட்டர், அகேன் இன்வெஸ்டிகேட்டர், அது இன்வெஸ்டிகேட்டிங் பேரநார்மல் ആക്ടിവിറ്റി. നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർഡം ആക്ച്വലി സാറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇപ്പം സ്റ്റാർഡം ആക്ച്വലി ആളുകൾ ഭയങ്കരമായിട്ട് ആസ് ആൻ ആക്ടർ റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും സ്റ്റാർ പൊസിഷനിൽ നിൽക്കുന്നവർക്ക്. പക്ഷേ ഒരു സ്റ്റാർ ആയതുകൊണ്ട് അതിന് ചിലപ്പോൾ പറ്റില്ല. ഞാൻ കണ്ണൂർ സ്ക്വാഡും കൂടെ മമ്മൂട്ടിയുടെ ഒപ്പം ചെയ്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനത്തെ ഒരു സ്റ്റാർഡത്തിൻ്റെ ഭാരം ഒരുപാടില്ലാതെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുപാട് നടന്മാർ ഉണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ പറയുന്നത് മമ്മൂട്ടിയെ പറ്റിയിട്ടാണ്. ആസ് ആൻ ആക്ടർ നിങ്ങൾ പല പല വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പം നിങ്ങളൊരു സ്പേസിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ സ്റ്റാർഡും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതും അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നോ? ഡിഡ് യു ഡിസ്കസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിത്ത് മമ്മൂട്ടി? I didn't have to because I am not a star. So Mammootty sir is a star. So Mammootty sir pays. I think you didn't want it him. See, Mammootty sir pays definitely. What he is doing is fantastic. For the past 4-5 films, whatever he has done, he has experimented very different things, which every star should, I think. You know, it becomes because stardom, what it gives them is an assured audience, ஒரு ஃபேன் பேஸ் கொடுப்போம். ஏன்னா ஸ்டார்டம் வில் பி பில்ட் ஆன் ஒரு ஃபேன்ஸுக்கு என்னென்ன கேட்டர் பண்ணால் எங்கே ஜனங்களுக்கு பிடிக்கும், எது ஜனங்களுக்கு பிடிக்கும்னு வச்சு தான் படம் எடுப்பாங்க. ஸோ தே மேக் சர்டன் கைண்ட் ஆஃப் ஃபில்ம்ஸ் டு அப்பீல் டு மாசஸ், ஒரு ஹியூஜ் செக்ஷன் ஆஃப் மாசஸ் விச் இஸ் அ ரிப்பீட்டட் ஆடியன்ஸ், விச் இஸ் ஜஸ்ட் பிளைண்ட் ஆடியன்ஸ். நீங்கள் என்ன பண்ணாலும் பண்ணுவாங்க, உங்களுக்கு பால் அபிஷேகம் பண்ணுவாங்க, எல்லாமே பண்ணுவாங்க. அந்த மாதிரி வர்ஷிப்பிங் ஆடியன்ஸ் ஒன்று இருக்கும். தட் இஸ் ஆல்சோ இம்பார்ட்டன்ட். To keep cinema alive, that is also important. But what is the star giving back to them? He's just taking their money, becoming a star, nothing else. He's not giving back anything to them. If he tries to experiment and educate those audience through cinema only, educate them in cinema only, so to make them watch interesting kind of cinema, like what Mammootty sir is trying, that audience becomes intelligent. He'll be educated in cinema, he'll start talking about cinema, he'll start questioning about cinema, he'll start discussing, and he'll start a dialogue with the filmmaker. That will make him question. He'll question his star also. That our stars are afraid about. That's why they don't want to experiment. They want to be in a safe space, become a superstar, make fans, make them do everything for them, don't give back anything to them, become star. But still it works for cinema. Yes. That kind of cinema is also cinema which keeps cinema alive. So when somebody else makes an interesting cinema for the people, with a concern about people, you need people to watch cinema, right? So, but what Mammuka is doing is really appreciable, and hats off to him for doing that. But I am not a star. I can't discuss about stardom. ജസ്റ്റ് അതിനോട് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത്, ഇപ്പം ആസ് ആൻ ആക്ടേഴ്സ് ഇപ്പം പല പല സ്പേസസിലാണ് നിങ്ങൾ സിനിമയിലേക്ക് വരുന്നത്. ഇൻ ദ കറൻറ്റ് സ്പേസിൽ ആസ് ആൻ ആക്ടർ കിഷോർ എപ്പോഴും ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ബാക്കി സ്പേസസിലൊക്കെ എപ്പോഴും ഒപ്പീനിയൻസ് പറയുന്നുണ്ട് അവിടെ. എന്നിട്ട് ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സ്റ്റാൻഡ് എടുക്കാൻ എസ്പെഷ്യലി ഇൻ ഒരു കറൻറ്റ് സെനാരിയോയിൽ ഇപ്പം ട്വിറ്റർ അക്കൗണ്ട് ഒരിക്കൽ നഷ്ടപ്പെടുന്ന വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ബട്ട് യു സ്റ്റിൽ കണ്ടിന്യൂ ടു അങ്ങനെ തന്നെയാണ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത്. മുൻപ് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത്തരം പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഓപ്പണായിട്ട് പറയാൻ എളുപ്പമായിരുന്നോ? പക്ഷേ ഇപ്പം നിങ്ങളൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പേസിൽ ഇപ്പോഴത്തെ കുറേ സാഹചര്യങ്ങൾ, സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഡിഫിക്കൽട്ടാണോ ഈ ഒരു നമ്മുടെ സ്റ്റാൻഡിൽ? അത് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടായിരിക്കാം, അത് ഓപ്പൺലി പറയാന്നുള്ളത് ഇപ്പം? Yeah, might be. When you are not in the public eyes. So ஜனங்களுக்கு தெரியாமல் இருக்கும்போது பேசுகிறது ஈஸின்னு நினைக்கிறேன். தட்ஸ் வாட் எவ்ரிபடி டஸ். இப்போ எல்லாமே ட்ரோல் பண்ணுறாங்களே, யாருக்குமே தெரியாதுங்கிற தைரியத்தில் தான் பண்ணுறாங்க. ஸோ அவங்க தட்ஸ் നമ്മുടെ എവരി ആക്ഷൻ എല്ലാവരും nobody can noteங்கிறது. பட் when you are in the public eye, ஸோ ஜனங்களுக்கு தெரிஞ்சிருக்கும் போது இந்த மாதிரி ஒரு ஜனங்களுக்கு தெரிகிற மாதிரி ஒரு வேலை பண்ணும்போது உங்களுக்கு என்ன சரின்னு தோணுதோ அது பேசுறது கஷ்டமாக இருக்கும். பட் we have to keep doing it because I feel cinema is people's medium. So
ஜனங்களால் தான் நம்ம இருக்கிறதில்ல. இப்போது we are because of the people. So it's our loyalty to the people, just like what I told about Mamuka, educating the audience, even though they question him. Okay. So that's the guts you have, and that's the hold of the medium that you are working in. That actually gives him the strength to educate them and let them question him. So அதுதான் ஆஃப் த சினிமா, ஆஃப் த ரீல். இது வந்து ரியல் லைஃப்லையும் பண்ணிகிட்ருக்கோம். பிகாஸ் வி ஆர் இண்டெட்டட் டு பீப்புள். பிகாஸ் அவங்க பணம் கொடுத்து தான் நம்ம சாப்பிட்றதில்ல. ஸோ அதனால் நம்ம லாயல்ட்டி வந்து ஜனங்களுக்கு தான் இருக்கணும். அதனால் நம்ம பேசிகிட்டே இருக்கோம். வி ஆர் தேர் வாய்ஸ். சினிமா இஸ் பீப்புள்ஸ் வாய்ஸ் ஆல்சோ. நம்ம என்ன பண்ணாலும் சினிமா வந்து ஜனங்களோட லைஃப் தானே ரிஃப்ளெக்ட் பண்ணணும். ஸோ அகேன் இட் ஹேஸ் டு கோ டு தெம் ஒன்லி. தே ஆர் த ஒன்ஸ் ஹூ ஆர் ப்ரொடியூசிங் ஃபிலிம்ஸ் ஃபார் அஸ். இங்கே ஒரு நம்ம பணம் இருக்குது, பணம் போடுறோம், பட் அவங்க கொடுக்கலன்னா இட்ஸ் தேர் மனி இஸ் ஒன்லி தட் இஸ் கெட்டிங் இன்வெஸ்டட் இன் ஃபிலிம்ஸ். வென் வி ஆர் ஒர்க்கிங் ஃபார் தெம், it is we have to be loyal to them. So that's what everybody should do. That's what I am doing. It might be difficult, that's okay. ഓക്കെ, ഇപ്പം സിനിമ എഡ്യൂക്കേറ്റ് ചെയ്യുന്നൊരു വിഷയം പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്തായിട്ട് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസും ഒക്കെ വന്നതിൻ്റെ ഈ ഇപ്പം ഹൊറർ ആണെങ്കിലും അതിൻ്റെ പല പല ജോണേഴ്സ്. ഇപ്പോൾ പണ്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളായിരിക്കും അധികം കണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം തുമ്പാടൊക്കെ റിലീസ് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റാവുന്നുണ്ട്. അപ്പം ഓഡിയൻസ് ഇന്ത്യയിലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലെ സിനിമകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കാന്താര ഇവിടെ ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. നിങ്ങൾ ഇത്രയും സിനിമകൾ കണ്ടിട്ടുള്ള ഹൊററിൻ്റെ പല പല ടെക്നിക്സ് അറിയാവുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഒരു സിനിമയായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഓഡിയൻസ് സിനിമേനെ കൂടുതൽ മനസ്സിലാക്കുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസസിൽ ആസ് ആൻ ആക്ടേഴ്സ് ക്രിയേറ്റേഴ്സിന് വേറൊരു നെർവസ് ഉണ്ടാവും, നിങ്ങൾക്കൊരു നെർവസ്നെസ് തോന്നിയിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി അതൊരു തരത്തിലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കിഷോർ സാർ പറഞ്ഞ പോലെ പല പല തരത്തിൽ സിനിമ കാണുമ്പോൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ സിനിമാസ് വിത്ത് അഡ്വെൻറ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ ആക്സസിബിലിറ്റി ഒത്തിരി കൂടിയിരിക്കുകയാണ്. ഇറ്റ്സ് ദ മാക്സിമം ആസ് ഇറ്റ് ഹസ് എവർ ബീൻ. അപ്പോൾ അതിൻ്റെ കാരണം വി അണ്ടർസ്റ്റാൻഡ് ഗുഡ് സിനിമ ഫ്രം റബിഷ് സിനിമ. അത് കാരണമാണ് ചില സിനിമകൾ ഇത്രയും വലിയ സ്റ്റാർസ് ചിലപ്പോൾ ഉണ്ടായിട്ടും ചില സിനിമ നടക്കില്ല. കാരണം അതിൽ കണ്ടൻറ്റ് ഇല്ല. ഇറ്റ്സ് നോട്ട് ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത സിനിമ. നേരെ മറിച്ച് ഒരു ചെറിയൊരു സിനിമ പക്ഷെ നല്ല സബ്സ്റ്റൻസ് വെച്ചിട്ട് അത് നല്ലപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കി ഓഡിയൻസിനെ ഫൂളൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോൺ ആർ ദോസ് ഡേയ്സ്. ഓഡിയൻസസ് ബിക്കം വെരി സ്മാർട്ട്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ it is challenging to always come up with something better. അവിടെയാണ് ടെക്നോളജിക്കലി സൗണ്ടായൊരു പടം ഇങ്ങനെ വടക്കന്നെ പോലെ ഇറങ്ങുന്ന സമയത്ത് ഇറ്റ് ഇസ് സംതിങ് ന്യൂ ടു ലുക്ക് ഫോർവേഡ് ടു. കാരണം യെസ് കണ്ടിട്ടുണ്ട്, ഇറ്റ്സ് എ വെരി ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. കാരണം ഇത്രയും കണ്ടിട്ട് വി റിയലൈസ് ഓഡിയൻസ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുകയാണ്, വിച്ച് ഇസ് വെരി വെരി ഗുഡ്. That is why there is space for creativity. There is space to try new things. Of course, നമ്മളൊരു 100% സ്മാർട്ട്നെസ്സും ഇൻ്റലിജൻസും വെച്ചിട്ടൊരു പുതിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി. പക്ഷെ ഒരു കോണ്ടൻറ്റ് ഇല്ലാത്ത ഒരു വെറുതെ എന്തെങ്കിലും എടുത്ത് ഉണ്ടാക്കി അവിടെ കശപിശാന്ന് പ്രൊഡ്യൂസർമാർ കാശ് ചിലവാക്കിയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഓഡിയൻസ് ഓൾസോ പേയിങ് ദ മണി. ഇപ്പോൾ മൾട്ടിപ്ലെക്സസിലൊക്കെ പോയിട്ട് ഇറ്റ്സ് നോട്ട് 30 രൂപയുടെ ടിക്കറ്റ് അല്ല. ഇറ്റ്സ് ഒരു ഫോർ മെമ്പേഴ്സ് ഫാമിലി സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ പോപ്കോണും കാര്യങ്ങളും സമോസയും അതും പെപ്സിയും മേടിച്ചിട്ട് ദേ ആർ സ്പെൻഡിങ് മണി. ആൻഡ് ഇഫ് യു ഗിവ് ദം റബിഷ് സിനിമ which now they understand, no, ഇതിനേക്കാളും ബെറ്റർ സിനിമ, വി ഡിസേർവ് ദിസ്, നമ്മൾ ഇത്രയും 1000 rupees സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ സിനിമ യു കാൺ ഷോ അസ്. സോ ഇൻ എ വേ ഇറ്റ് ഇസ് വെരി ഗുഡ് ദാറ്റ് ഓഡിയൻസിന് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഓഡിയൻസ് ഇപ്പോൾ ലൈക്ക് സർ സെഡ്, സിനിമ സച്ച് എ സ്ട്രോങ് മീഡിയം, ദേ ക്യാൻ തിങ്ക് ഫോർ ദംസെൽവ്സ്. ആൻഡ് ഐ തിങ്ക് വി ആർ ഇൻ എ ഗ്രേറ്റ് സ്പേസ് ടു മേക്ക് ലൈക്ക് ന്യൂ കൈൻഡ് ഓഫ് തിങ്സ്. ആക്ച്വലി നമ്മളൊരു സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ഈ ആംഗിൾ, നമുക്ക് വേറെ വേറെ ആംഗിളിൽ നിന്ന് എടുക്കാമല്ലോ. സോ some angles look bad, some angles look good, correct? But you knowing that this angle might look good is a gamble, according to me. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞൊരു ഇൻഡസ്ട്രി ഈസ് ഓൾസോ എ ഗാമ്പിൾ. യു ഗിവൻ യുവർ 100% ഷോട്ട്, യുവർ ചിലപ്പോൾ ഒരു നടക്കുന്ന സീനായിരിക്കും, നമ്മൾ ക്യാമറ അവിടെ പ്ലേസ് ചെയ്തു, ചിലപ്പോൾ ക്യാമറ കൂടെ പോവും, പക്ഷേ ചിലപ്പോൾ അത് ക്രിയേറ്റീവ്ലി വേറൊരു സ്ഥലത്തും വെച്ചിട്ട് നമുക്ക് ആ സെയിം ഷോട്ട് എടുക്കാം, വിച്ച് മേക്സ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. സോ ഓൾ ദീസ് സ്മോൾ മൈന്യൂട്ട് സാധനങ്ങളാണ് മേക്സ് എ മൂവി വെരി വാച്ചബിൾ. ചിലപ്പോൾ പറഞ്ഞ പോലെ റബ്ബിഷ് പടമായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഭയങ്കര കഥയല്ല, ഒന്നുമില്ല, എന്താ ഈ കഥ. പക്ഷേ ഐ ഹവ് സീൻ മൂവീസ് വിതൗട്ട്
no story, no, I don't know what the movie is happening, I don't know what's going to happen. എന്താ സംഭവം എനിക്കൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം. That's a technical side. മേക്കിംഗ് സൈഡ് ഒക്കെ ഭയങ്കര കിഡിലായിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് വരുമല്ലോ. ഇപ്പൊ എവ്രിവൺ സേസ് ആനിമൽ ഇസ് സോഷ്യലി ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. പക്ഷെ പേഴ്സണലി ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസിസിൽ മാത്രം കാണുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് മൂവി, ഐ വുഡ് സേ, ഇൻ മൈ ഒപ്പീനിയൻ. അപ്പം ഒരുപാട് ഇതൊക്കെ നമ്മളുടെയൊക്കെ ചോറല്ലേ. സോ വി വോണ്ട് ടു എക്സ്പെരിമെൻറ്റ് മോർ, വി വോണ്ട് ടു എക്സ്പീരിയൻസ് മോർ. പ്രോബബ്ലി ഈ പറയുന്ന കണക്ക് എല്ലാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിക്ക് കൊടുക്കാൻ പറ്റില്ല, യുനോ. പിന്നെ ഓഡിയൻസ് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഉണ്ടല്ലോ, അതായത് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഹോമോജനസ് യൂണിറ്റും അല്ലല്ലോ. ഓഡിയൻസിന് ഒരു ഡിഫറെൻറ്റ് സംഭവങ്ങളുണ്ട്. അപ്പം ഒരാൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും അതാണ്. ബട്ട് സംതിങ് എനിക്ക് ചോദിക്കാനുള്ളത്, ചില സിനിമകൾ ചില അഭിപ്രായങ്ങൾ നമ്മളാണെങ്കിലും പറയാറുണ്ട്, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അതൊരു ക്വാളിറ്റിയുള്ള സിനിമയാണ്, വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടേക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നത് സിനിമാക്കാർ പൊതുവെ ഇപ്പോൾ അങ്ങനൊരു വർക്ക് തരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എസ്പെഷ്യലി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. അത് എനിക്ക് തോന്നുന്നു സിനിമാക്കാർക്കും അറിയാം അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ എന്നൊക്കെ. പക്ഷേ മെറിനോട് ചേർന്ന് മെറിൻ ഇപ്പം സൂക്ഷ്മദർശിനി പോലൊരു സിനിമ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഇറങ്ങുന്നതിന് മുൻപ് അതിന് കിട്ടിയൊരു ആക്സെപ്റ്റൻസ് ഭയങ്കര വലുതാണ്. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ, ഇപ്പം നസ്രിയ അങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അപ്പം അതിൽ നിന്ന് ഓഡിയൻസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഇറങ്ങുമ്പോൾ തന്നെ യുനോ നമ്മുടെ സ്റ്റാർസിനെ നോക്കിക്കഴിഞ്ഞാൽ ബേസൽ ജോസഫ്, നസറിയ നാസിം, അവിടെ തന്നെ ഒരു ക്ലിയർ പിക്ചർ യു ഗെറ്റ്. ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ആക്ച്വലി ഇവർക്കൊരു പ്രഷറാണ്. യുനോ വെൻ പീപ്പിൾ ആർ സീയിങ് ഓക്കെ ഇനി ഈ പടം ഹിറ്റായില്ലെങ്കിൽ അത് അവരുടെ സ്റ്റാർഡത്തെയാണ് എഫക്റ്റ് ചെയ്യാൻ പോണത്. അപ്പം അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പം ആ ഒരു പ്രഷറിലാണ് ആ സിനിമ റിലീസായിട്ട് താങ്ക്ഫുള്ളി ഹിറ്റാവുന്നത്. ഈ റിലീസിന് ശേഷം വി ഡിഡ് നോട്ട് ഹാവ് എ ഡിസ്കഷൻ ഓർ എനിത്തിങ്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് ദാറ്റ് എനിക്ക് ആ സിനിമയുടെ പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല, അതെങ്ങനെ ഹിറ്റായെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. സൂക്ഷ്മദർശിനി ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫാമിലി എന്ന് പറയുന്ന ഒരു ഓഡിയൻസിന് ഈ സിനിമ ഭയങ്കരമായിട്ട് ക്ലിക്കായി. എനിക്ക് തോന്നുന്നു ഇതൊരു ഫാമിലി, നമ്മുടെ കേരളത്തിൽ കൂടുതലും ഫാമിലീസും ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും ലെവൽ ഓഫ് ഓഡിയൻസ് കയറി സിനിമ കണ്ടു. പല സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പം മാർക്കോ ഇങ്ങനെ അത്രയും വയലൻസ് ആയിട്ടുള്ള എനിക്ക് പോലും അത് കാണാനുള്ള മനശക്തി ഇതുവരെ ആയിട്ടില്ല. സോ ദാറ്റ് ഇസ് വൈ ബട്ട് ഐ റിയലി വോണ്ട് ടു വാച്ച് ദാറ്റ് മൂവി. എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് ഭയങ്കര കിഡിലായിട്ടുള്ളൊരു പടമായിരിക്കും അത്. പക്ഷേ വാട്ട് വാസ് ദി ഇത് മനസ്സിലായി, ഓഡിയൻസിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. എനിക്കത് എന്താന്ന് മനസ്സിലായി, ആ കണക്ഷൻ പൂർത്തിയാക്കുന്നു അല്ലേ ഇത്രയും ഇൻവോൾവ്മെന്റ് വേണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അല്ല, മാർക്കോന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് ടെക്നിക്കലി ആണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും ഭയങ്കര ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഓഡിയൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് മാത്രമായിരിക്കും പോയി കാണുക. ഒരു ഫാമിലി എന്ന് പറയുന്ന ഓഡിയൻസ് ഒരിക്കലും ആ സിനിമയിലേക്ക് കയറില്ല. അപ്പോൾ ഈ പറയുന്ന സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള കളക്ഷൻ വൈസ് നോക്കുമ്പോൾ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി യുനോ ഇറ്റ് വിൽ ബി ലെസ് അല്ലേ, അവർക്ക് കിട്ടുന്ന ഒരു ഹിറ്റോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സെയിലോ, ഐ ഡോണ്ട് നോ. Every film has an audience to succeed also. So എല്ലാവർക്കും audience, we just need to reach to that audience. But I have a question for you, sir. How can we always be loyal to the audience in terms of ഈ പറഞ്ഞ കണക്ക് we can't please them every time? You don't have to please them. You have to be honest to them. That's all. So honest filmmaking is what is required, and that's what I love about Vadakkan. It's very honest. It's not loud, it's not trying to preach or impose anything. It's just telling a story, just telling its perspective, not telling you to believe that perspective or that your perspective is this. It's telling its own perspective. We were discussing about honest filmmakers during lunch now today. Yeah. No, but what if the audience can't relate to our story? No, there are different kinds of audience. Whichever audience like is for this film, if they watch, that's enough for us to succeed actually. So every film has an audience. Just like you told, your film, the family audience watched and it became a hit.
So that is enough. That is like enough. you said, Marco, Even younger audience, if they watch, only that audience watches. That പക്ഷെ ഫാമിലി I'll also be. audience ഇല്ലാതെ passenger ജയിക്കുന്നുണ്ട്. I think like We film need to has an market it well audience and- എന്നുള്ളതാണ്. I think Malayalam cinema has been doing that very well. Yes, Marketing Marco films and ഒരു- selling films, they are doing it very well. That's why so many, like, success rate is so high in. വടക്കൻ ഒരു ഓണസ്റ്റ് മൂവിയാണ് എന്നുള്ള ഒരു നോട്ടിലാണ് നമ്മൾ എത്തിയത്. ഐ തിങ്ക് ഒരു ആക്ടേഴ്സ് അത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത് പറയുമ്പം ഓഡിയൻസിന് അതിനോട് റെസനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വടക്കൻ മാർച്ചിലാണ് എത്തുന്നത്. ഒരു ഗംഭീര സിനിമയായിട്ട് തന്നെ എത്തട്ടെ. എല്ലാവരെയും ഞാൻ പേടിച്ചു, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് തന്നെ വടക്കൻ മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. താങ്ക് യു.